അതാണ് ഖുതുബുൽ അഖ്താബിൽ ഔസല്ലാഹു മശീഖ് മുഹയ്യിദ്ദീൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങള് രാവും പകലുമില്ലാതെ ബഹുമാനപ്പെട്ടവർ ചൊല്ലിക്കൊണ്ട് നടന്നതെന്താ? പൊട്ടച്ചിറ ബീവി ഉമ്മയെ പോലെ ആയിരക്കണക്കിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആലിഫീങ്ങളുടെ ഔലിയാക്കളുടെ ദർബാറിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോ പച്ചപ്പെട്ടും മൂടിയവർ കിടക്കുന്നത് പ്രതിസന്ധികളുടെ പർവ്വതങ്ങള് പുല്ലുപോലെ താണ്ടാനുള്ള കഴിവ് ഈമാൻ കൊണ്ട് നേടിയെടുത്തത് കൊണ്ടാണ്. സങ്കടങ്ങളുടെ മുകളിലൂടെ ആത്മീയതയുടെ ചിറക് വിടപ്പിയിട്ട് പറന്നു പോകാൻ അവർക്ക് അല്ലാഹു ഭാഗ്യം കൊടുത്തത് കൊണ്ടാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആ വലിയ പദവിയിലേക്ക് അവർ പറന്നെത്തിയത് സങ്കടങ്ങളുടെ മുകളിലൂടെ ഈമാനിന്റെ ചിറക് വിടത്തി പറക്കാൻ അവർക്ക് കഴിഞ്ഞത് കൊണ്ടാണ്. പറക്കണം മോമിനീങ്ങളെ, ഏത് പ്രതിസന്ധി പടച്ചവൻ തന്നാലും, എത്ര സങ്കടം അല്ലാഹു നമ്മിലേക്ക് വാരിയെറിഞ്ഞു തന്നാലും, എന്തൊക്കെ പരിഹരിക്കാനാവില്ല എന്ന് നാം മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന നൂലാമാലകൾ നിറഞ്ഞു തുളുമ്പുന്ന ആ പ്രശ്നങ്ങളുടെ കടലിലേക്ക് അല്ലാഹു നമ്മളെ തള്ളിയിട്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തിരമാലകൾക്ക് മുകളിലൂടെ നീന്തിക്കടന്നു വന്നിട്ട് അല്ലാഹുവിനെ സ്തുതി പറയുന്ന ഒരു വിശ്വാസിയാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയട്ടെ. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളുടെ, ഒരുപാട് നിരീക്ഷണങ്ങളുടെ, ഒരുപാട് ഞെങ്ങിഞ്ഞെരുങ്ങലുകളുടെ പാതയിലൂടെ തീപ്പൊള്ളലേറ്റ് ജീവിച്ച മഹാൻ ഖുതുബുൽ അഖ്താബിൽ ഔസല്ലാഹു മശീഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങള് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി യാത്ര ചെയ്യുമ്പോ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി യാത്ര ചെയ്യുമ്പോ ഒരു അതിജയത്തിന്റെ മനസ്സ് നേടിയെടുത്തുകൊണ്ട് രാജാവിനെ പോലെ പ്രതിസന്ധികളുടെ പർവ്വതത്തിന്റെ മുമ്പില് പുഞ്ചിരിച്ചുകൊണ്ട് നെഞ്ചു വിരിച്ചിരുന്ന മഹാനാണ്. എപ്പോഴും പറയുമായിരുന്നു അലാ ബിറാഹത്തി ദായി ദവായി വഹാലി ഫീ തരീഖിൽ മുശ്കിലാത്തി. അല്ലാഹുവേ, നീ എനിക്ക് തരുന്ന ബുദ്ധിമുട്ടുകൾ, നീ എനിക്ക് തരുന്ന അദാബുകൾ, നീ എനിക്ക് തരുന്ന പ്രതിസന്ധികൾ, നീ എനിക്ക് തരുന്ന പ്രശ്നങ്ങൾ, നീ എനിക്ക് തരുന്ന സങ്കടങ്ങൾ, നീ എനിക്ക് തരുന്ന വേദനകൾ, നീ എനിക്ക് തരുന്ന ബേജാറുകൾ, നീ എനിക്ക് തരുന്ന സഹിക്കാനാകാത്ത സങ്കടങ്ങൾ തമ്പുരാനെ റാഹത്തി, അതെന്റെ റാഹത്താണ് റബ്ബേ, അതെനിക്ക് സുഖമാണ് പടച്ചവനെ, അതെനിക്ക് സന്തോഷമാണല്ലോ. വഹാലി ഫീ തരീഖിൽ മുശ്കിലാത്തി,